ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെ +2 ബയോളജി എക്സാം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വിചാരിച്ച പോലെയല്ല. ഞാൻ വിചാരിച്ചത് അത്യാവശ്യം ഒരു ടഫ് ക്വസ്റ്റ്യൻ പേപ്പർ ആവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എന്നാലും അത്യാവശ്യം സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ പറയുകയാണെങ്കിൽ കുറച്ചും കൂടി ബോട്ടണിയാണ് കുറച്ചും കൂടി ചില ക്വസ്റ്റ്യൻസ് കുറച്ച് ടഫായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷേ സുവോളജി കമ്പാരിറ്റീവ്ലി അത്യാവശ്യം നല്ല സിമ്പിൾ ക്വസ്റ്റ്യനാണ്. എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും സുവോളജി അത്യാവശ്യം സിമ്പിളായിരുന്നു. പിന്നെ ബോട്ടണി ചില 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും ചില 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് കുറച്ച് ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണെന്ന് എനിക്ക് തോന്നി. പക്ഷെ എന്നാലും വലിയ ടഫുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. അത്യാവശ്യം സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസേ ചോദിച്ചിട്ടുള്ളൂ. പിന്നെ എല്ലാവർക്കും എങ്ങനെ എക്സാം ഉണ്ടെന്ന് പറയാം. പിന്നെ കുഴപ്പമില്ല ഗൈസ്. എന്നാലും ലാസ്റ്റ് കാരണം ഇന്നലെ എനിക്ക് ഫിസിക്സിന് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരമായിരുന്നു, ഉച്ചയ്ക്ക് ശേഷമാണ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നത്. പിന്നെ ഇന്ന് രാവിലെ ബയോളജീൻ്റെ എക്സാമോ, അപ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഫിസിക്സ് കുറച്ച് പഠിച്ച്, കുറച്ച് ബയോളജി പഠിച്ച്, പിന്നെ ഫിസിക്സ് കഴിഞ്ഞ് പിന്നെ അത്ര ബയോളജി പഠിക്കാൻ ടൈം കിട്ടിയില്ല. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അത്യാവശ്യം സിമ്പിളായിട്ടാണ് തോന്നിയത്. എല്ലാവർക്കും അങ്ങനെയാണ് വിചാരിക്കുന്നത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക. പിന്നെ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണുള്ളത്, ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഗൈസ്, വൺ വേർഡൊന്നും എനിക്ക് അത്ര പ്രയാസമായിട്ട് തോന്നിയില്ല. ബോട്ടണിയിലെ അത്യാവശ്യം സിമ്പിൾ വൺ വേർഡാണ്. അങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങൾ സ്പെസിഫിക് ആയിട്ട് എടുത്തു പറയേണ്ട ക്വസ്റ്റ്യൻസ് ഒന്നും തോന്നിയില്ല. പിന്നെ ഒന്നുണ്ട് ബോട്ടണിയിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി. പിന്നെ ഈ മാത്സ് ദ ഫോളോയിങ് ഒക്കെ സിമ്പിളായിരുന്നു ഗൈസ്. പിന്നെ ഈ അത്യാവശ്യം ഈ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, 10ാമത്തെ ക്വസ്റ്റ്യൻ അങ്ങനെ എല്ലാം സിമ്പിളായിരുന്നു. പിന്നെ 13ാമത്തെ ക്വസ്റ്റ്യൻ ഇതിലേക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല ക്വസ്റ്റ്യൻസ് ഒന്നും. അങ്ങനത്തെ ഈ ക്വസ്റ്റ്യൻ ഒന്നും കുഴപ്പമില്ല. പിന്നെ ഈ ഒരു പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ, പിന്നെ ഇതും കുഴപ്പമില്ല ഗൈസ്. ഇതൊന്നും ഈ ക്വസ്റ്റ്യൻ ഒന്നും കുഴപ്പമില്ല. അതൊക്കെ സിമ്പിളായിരുന്നു. പിന്നെ ഈ ഒരു ബയോറിയാക്ടറിൻ്റെ ക്വസ്റ്റ്യൻ എനിക്ക് അത്യാവശ്യം ഒരു മനസ്സിലായില്ല. അതൊന്നും ചെറിയ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി. വേറെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും കുഴപ്പമില്ല. ഇനി സുവോളജി നോക്കുകയാണെങ്കിൽ സുവോളജി അത്യാവശ്യം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. വൺ വേർഡ് ആയിക്കോട്ടെ, അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ കോളസ്ട്രത്തിൻ്റെ ക്വസ്റ്റ്യൻ അതൊക്കെ കുറച്ച് സിമ്പിളായിരുന്നു. പിന്നെ അതും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ഈ ക്വസ്റ്റ്യൻ ഒക്കെയാണ് അമിനോസിന്തസിസ്, അതൊക്കെ DH മോർഗൻ ഡ്രോസോഫില ഈ ക്വസ്റ്റ്യനും. പിന്നെ ഈ ഒരു ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ഇതൊക്കെ അത്യാവശ്യം അറിയുന്ന ക്വസ്റ്റ്യനാണ്. പിന്നെ ഈ മാത്സ് ക്വസ്റ്റ്യൻ, ഈ ഒരു മാത്സ് ദ ഫോളോയിങ്, പിന്നെ ഇതും സുവോളജി അത്യാവശ്യം മാത്സ് ദ ഫോളോയിങ്ങും, പിന്നെ ഈ ഒരു ഫിഗർ തന്നിട്ട് എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ഒരു അത്യാവശ്യം നന്നായിട്ട് ചോദിച്ചു. അത് എന്നാലും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ഈ ഒരു യൂറി മില്ലർ, അത് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ സിമ്പിളായിരുന്നു ഗൈസ്. ഈ ഡാർവിൻ്റെ ക്വസ്റ്റ്യൻ അത്യാവശ്യം ഈ ഒരു ക്വസ്റ്റ്യൻസും ആൻറ്റിബോഡി, ഈ ഒരു മാത്സ് ദ ഫോളോയിങ് അങ്ങനെ സിമ്പിളായിട്ട് ഫസ്റ്റ് ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് ഗൈസ്. അങ്ങനെ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയില്ല. ഇത്രയൊക്കെയാണ് പേപ്പറിനെ കുറിച്ച് പറയാനുള്ളത്. അത്യാവശ്യം സിമ്പിൾ പേപ്പറായിരുന്നു. പിന്നെ നിങ്ങൾ അഭിപ്രായം കാര്യങ്ങളൊക്കെ അറിയിക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ.